നമ്മൾ നേർപ്പിച്ച് ഈ സ്പ്രേ ചെയ്യുകയും അതുപോലെ തന്നെ മൂട്ടിൽ ഒഴിച്ചു കൊടുത്താലും ഒക്കെ മതി. ഇതിപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത ഒരു മരമാണ്. കണ്ടോ എത്ര വേണേലും പിച്ചെടുക്കാണ്ട് ഇഷ്ടംപോലെ ഇലനെക്കാട്ടിയും നിൽക്കുക. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഒരു 2000 രൂപ വില വന്നു. ഹലോ നമസ്കാരം, ഞാൻ ക്രിസ്റ്റഫർ മുക്കാണ്. ഇന്ന് കാന്താരിയുടെ വിശേഷമായിട്ടാണ് വന്നേക്കുന്നത്. അതായത് നമ്മൾ പരീക്ഷണാർത്ഥം ഒരു 5-6 തൈ വെച്ച് അത് നല്ലോണം വിജയിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ പരീക്ഷണാർത്ഥമാണ് ഇത് നട്ടുപിടുത്തത്. പക്ഷേ അത് വിജയിച്ചതുകൊണ്ട് നമ്മൾ ഇതൊരു ഒരു മൂട് കണ്ടില്ലേ, ഇത്രയും പിടിച്ചിട്ടുണ്ട്, നല്ല വിളവായി. അപ്പം കുറച്ച് പറിച്ചെടുക്കാതെ തന്നെ നമ്മൾ നിർത്തിയിരുന്നു. കാരണം ഇനി നമ്മൾ വിജയിച്ചതുകൊണ്ട് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വിത്തെടുത്ത് പാവാം. അങ്ങനെയാണ് താണ്ട് ഈ പഴുത്തത് തന്നെ നിർത്തി. ഈ പഴുത്തത് നമ്മൾ പിച്ചി എടുത്തിട്ട് പിച്ചിയെടുത്ത് പിന്നെ ഇതാണ് നമ്മൾ വിത്തിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു പാത്രം റെഡിയാക്കി മണ്ണും ചകിരിച്ചോറും ഇച്ചിരി ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇത് അങ്ങ് ഡയറക്റ്റ് പൊളിച്ച് അതങ്ങ് നടാവുന്നതാണ്. അതങ്ങനെ തൈയായി വരും. അപ്പോൾ ഈ വിത്ത് പാകുന്ന സമയത്ത് തന്നെ നമ്മൾ ചട്ടിയിലാണോ തറയിലാണോ വെക്കുന്നതെന്ന് വെച്ചാൽ ആ സ്ഥലം, ആ മണ്ണ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇച്ചിരി ചാണകപ്പൊടിയും എല്ലുപൊടിയും പിന്നെ കുമ്മായവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ആ സ്ഥലം ഒരുക്കിയിട്ട് കഴിഞ്ഞാൽ ഇത് മുളച്ച് വരുന്നത് കഴിഞ്ഞ് ഒരു 3-4 ഇലയെങ്കിലും ആവണം. എന്നിട്ട് ശേഷം ഇത് പറിച്ച് നടാവുള്ളൂ. അപ്പം നമുക്ക് സ്ഥലവും എല്ലാം റെഡിയായി കിട്ടും. പിന്നെ ഇത് നടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഓവറൊന്നും വെയിൽ വേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് മിതമായ വെയിൽ മതി. നട്ട് കഴിഞ്ഞാൽ നല്ല സുലഭമായിട്ട് കിളിക്കും. ഒരു 3-4 മൂടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് സുഖമായിട്ട്. കാന്താരി എന്ന് പറയുന്നത് ഒരു ഔഷധ ഗുണമാണ്, പ്രത്യേകിച്ചും കൊളസ്ട്രോളിന്, പിന്നെ വീട്ടിലെ ചമ്മന്തി അരയ്ക്കാനും ഒക്കെ നല്ലതാണ്. പിന്നെ ഇത് ഓവറായിട്ട് നമുക്ക് പിടിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് കടകളിൽ ഒരു 3-4 ജ്യൂസ് കടയിൽ തന്നെ നമ്മൾ പരിചയം ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിച്ചിക്കൊണ്ട് കൊടുത്താൽ ഏതാണ്ട് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഒരു 2000 രൂപ വില വന്നു. ഇപ്പോൾ ഏതാണ്ട് 1200 രൂപ വിലയുണ്ട്. അപ്പം നമ്മൾ പരിചയമുള്ള കടകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 100-200 അവർ ആവശ്യപ്പെടുന്ന പ്രകാരം നമുക്ക് പറിച്ചുകൊണ്ട് കൊടുത്താൽ മതി. അപ്പം നമുക്കത് ഇത് പറിച്ചുകൊണ്ട് കൊടുത്ത് നമ്മൾ കറക്കി മേടിക്കാനുള്ള കാശ് നമുക്ക് കിട്ടും. ഒരു 5-6 മൂട് മതി. അപ്പോൾ ഇത് ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. വലിയ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. ഒരു 3-4 തൈ മതി. അപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ നിങ്ങൾ ഇത് വെക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് നമ്മൾ നിസ്സാരമെന്ന് കരുതി ഓരോന്ന് കളയുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഈ 2-3 മൂട് കൊണ്ട് നടക്കും. ഈ നട്ടതിന് ശേഷം എന്ന് പറയുന്നത് നമ്മൾ നെച്ചി വെള്ളം ഒഴിക്കണം. പിന്നെ ഒരാഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വേവുന്ന അരിയുടെ കഞ്ഞിവെള്ളം, പുളിപ്പിച്ച കഞ്ഞിവെള്ളം നമ്മൾ നേർപ്പിച്ച് ഈ സ്പ്രേ ചെയ്യുകയും അതുപോലെ തന്നെ മൂട്ടിൽ ഒഴിച്ചു കൊടുത്താലും ഒക്കെ മതി. നമ്മൾ അല്ലാതെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അതങ്ങ് കണ്ടില്ല. ഇത് ഇപ്പം നമ്മൾ അങ്ങനെ ചെയ്ത ഒരു മരമാണ്. കണ്ടോ എത്ര വേണേലും പിച്ചെടുക്കാണ്ട് ഇഷ്ടംപോലെ ഇലനെക്കാട്ടിയും നിൽക്കുക കാന്താരി. അത് നല്ല നാടൻ കാന്താരി. ഈ നാടൻ കാന്താരിക്കാണ് നല്ല ഡിമാൻഡ്. നമ്മൾ കടകളിലെ ജ്യൂസ് കടയിൽ കൊണ്ടുകൊടുത്താൽ അവർ എപ്പം വേണേലും മേടിച്ചോളും. അതുപോലെ തന്നെ ഈ ഹോട്ടലിലൊക്കെ കാന്താരിയുടെ കൊണ്ടുള്ള അൽഫാമും അത് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൊണ്ട് കൊടുക്കാം. നമ്മളങ്ങനെ കൊടുക്കും. അപ്പോൾ ഇത് നമ്മൾ നല്ലോണം ഒന്ന് വ്യാപിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നല്ലൊരു വിലയുള്ള ഒരു കാര്യമാണ്. ഓരോ മാർക്കറ്റ് അനുസരിച്ച് അതിൻ്റെ വില വ്യത്യാസം വരും. പാകമാകുന്നതനുസരിച്ച് നമ്മൾ പിച്ചി എടുക്കണം. കാരണം എന്നാലേ പുതിയ പൂവുകൾ വന്ന് ഇതാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിച്ചി മാറ്റണം. അല്ലെങ്കിൽ ഈ ഇല തന്നെ മുരടിച്ച് പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് പിച്ചി എടുക്കണം. എങ്കിലേ മരവും ഒരു ഉഷാറായിട്ടൊക്കെ നിൽക്കത്തുള്ളൂ. നമ്മൾ ഒരുമിച്ച് നട്ടതാണ്. നേരത്തെ നമ്മൾ കാണിച്ച തൈയും എന്നിട്ട് ഇപ്പോഴത്തതും കൂടി. പക്ഷേ നമ്മൾ ചട്ടിയിലായതുകൊണ്ട് പക്ഷേ ഇത് മുളമെല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട്. പക്ഷേ അതേപോലെ നമുക്ക് വന്നില്ല. കാരണം കഴിവതും നമ്മൾ തറയിൽ ആണ് വെക്കുന്നതാണ് നല്ലത്. തറ ഉണ്ടെങ്കിൽ പിന്നെ സ്ഥലമില്ലാത്തവർ ചട്ടിയിലും വെക്കാം. ഇച്ചിരിയും കൂടി ഒക്കെ വളം നമ്മൾ അധികം ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കണക്കൊക്കെ വരും. ഇപ്പോൾ അത് ഒരു തൈ ഉണ്ടെങ്കിൽ ഇത് 2 തൈ വെക്കണമെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ആവശ്യത്തിനൊക്കെ കിട്ടും. കണ്ടില്ലേ, ഇപ്പം തന്നെ വേണ്ട, ഇത് ചട്ടിയിലിരുന്നതാണ്. ഇത് ഒരേപോലെ വെച്ചതാണ്. നല്ല രീതിയിൽ ഇതും കിളിച്ചു. പക്ഷേ ഇച്ചിരി കൂടി ഒക്കെ സൗകര്യാർത്ഥം നമുക്ക് വരും. ഇച്ചിരി കൂടിയൊക്കെ വളം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. ഇതിപ്പോൾ ആദ്യത്തെ ഒരു സംരംഭം ആയതുകൊണ്ടാണ്. നമ്മുടെ ഒരു മരത്തിൽ നിന്ന് നമ്മൾ പിച്ചി എടുത്തതാണ്. കുറച്ചേ പിച്ചി എടുത്തോളൂ ആവശ്യത്തിന് വേണ്ടി. ഇച്ചിരി കടയ്ക്ക് കൊടുക്കാനും ഇച്ചിരി ചട്നി ഉണ്ടാക്കാനും.
മൂന്നാലഞ്ച് കാന്താരി മുളകും ഒരു 5-8 ചെറിയ ഉള്ളിയും ചതച്ചെടുത്തതിന് ശേഷം ഇച്ചിരി വെളിച്ചെണ്ണയും ഉപ്പും കൂടി ആഡ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഈ ആഴ്ചയിൽ 2 ദിവസം ചാപ്പാടിൻ്റെ കൂടെ ഇച്ചിരി അച്ചാർ പോലെ വെച്ച് കഴിച്ചാൽ നമുക്ക് കൊളസ്ട്രോളിനും അതിനൊക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഒരു നല്ല കാര്യമാണ് ഇത്. ആ ഒരു മരം ഉണ്ടെങ്കിൽ ആ മരത്തിൽ നിന്ന് തന്നെ ഈ വിത്തെടുത്ത് നമുക്ക് വീട്ടിനാവശ്യമായ എത്ര തൈ വേണമെങ്കിലും കിട്ടും. അത് വെച്ച് പിടിപ്പിക്കാവുന്നേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ബായ്.